ജി സുധാകരൻ്റെ വെളിപ്പെടുത്തൽ കേരളത്തിൽ ഒരു പുതിയ കോളിളക്കത്തിന് തിരികൊടുക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിലെ അട്ടിമറികൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പലതവണ രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ദേശീയ തലത്തിലും തെരഞ്ഞെടുപ്പിലെ അഴിമതി പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിലെ തിരികെ കയറ്റൽ അടക്കം ചൂണ്ടിക്കാട്ടിയപ്പോഴും മൗനം പാലിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഭരണകൂടങ്ങളെയും നമ്മൾ കണ്ടതാണ്. ഈ മൗനങ്ങളൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിലെ അഴിമതികൾ ഉണ്ട് എന്നതിൻ്റെ തെളിവാണെന്നിരിക്കെ തന്നെയാണ് കേരളത്തിൽ CPM-ന്റെ ഒരു നേതാവ് അഴിമതിയുടെ കറപുരണ്ട കൈ ഉയർത്തിക്കാട്ടി ബാലറ്റ് പേപ്പർ താൻ തിരുത്തിയിട്ടുണ്ട് എന്ന അതിഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. ഇന്നത് തുറന്നു പറഞ്ഞുവെങ്കിലും കാലാകാലങ്ങളായി തിരഞ്ഞെടുപ്പുകളിൽ ഇവർ നടത്തിയിട്ടുള്ള അഴിമതി പങ്കിലമായ ഇടപെടലിനെയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. നേടിയ വോട്ടിന്റെ ഭൂരിപക്ഷവും ജയത്തിന്റെ ക്രെഡിറ്റും ഭരണത്തിലേറിയതിൻ്റെ അവകാശവാദങ്ങളും ഒക്കെ പൊള്ളയായിരുന്നു എന്ന തെളിവാണ് മുതിർന്ന CPM നേതാവ് വിളിച്ചു പറഞ്ഞത്. ഇത് CPM-ന് മാത്രമല്ല, ഭരണത്തിലേറി വിഹരിക്കുന്ന BJP-യും ഇത്തരത്തിൽ ഇലക്ഷൻ അഴിമതി നേട്ടമാണ് കൊയ്തത് എന്ന് വേണം കരുതാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശം ഉന്നയിക്കുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും ഹീനമായ ഒരു പ്രവൃത്തി ചൂണ്ടിക്കാട്ടുമ്പോൾ നീതിയുക്തമായ തിരഞ്ഞെടുപ്പുകൾ നടന്നു എന്ന് അവകാശപ്പെടുന്ന ഭരണകൂടത്തിൻ്റെ പോരായ്മയാണ് പുറത്തു വന്നിരിക്കുന്നത്. ലോകത്തിന് മുന്നിൽ നാണം കെട്ട് തലകുനിക്കുകയാണ് ജനാധിപത്യത്തിൻ്റെ ഈ വലിയ ശ്രീകോവിൽ. ഹരിയാന, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുകളിൽ നഗ്നമായ അഴിമതി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പാർലമെന്റ് സമ്മേളനത്തിനിടയിൽ ലോകസഭയുടെ നടുമുറ്റത്ത് നിന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞ തിരഞ്ഞെടുപ്പ് അഴിമതികളിൽ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഒരക്ഷരം മിണ്ടാതെ ഗീർവാണം മുഴക്കുന്ന മോദിയും അമിത്ഷായും ഒക്കെ അളയിൽ മറഞ്ഞിരിക്കുന്നതാണ് കണ്ടത്. ഇത്തരം ഗുരുതരമായ തട്ടിപ്പിലൂടെ ഭരണത്തിൽ കയറിയ മോദിയും പിണറായിയും ഒക്കെ ഭൂരിപക്ഷത്തിൻ്റെയും വോട്ട് കണക്കിൻ്റെയും ഗീർവാണം മുഴക്കുമ്പോൾ ജനത്തിനിപ്പോൾ എല്ലാം മനസ്സിലായി കഴിഞ്ഞു. പണ്ട് തോക്കിനും വെട്ടുകത്തിക്കുമിടയിൽ വോട്ട് ചെയ്യിച്ചിരുന്ന കാലത്തെ ജനമല്ല, പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു ജനമാണെന്ന് എന്ന് മനസ്സിലാക്കിയ ഗുണ്ടായിസ പാർട്ടികളൊക്കെ തന്നെ ഇപ്പോൾ അധികാരത്തിൻ്റെ വെള്ളിക്കിണ്ണത്തിൽ ആറാടി ഭരണപരമായ അധികാരം കൊണ്ട് കാണിച്ചു കൂട്ടുന്ന ആഭാസത്തരമാണ് ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത്. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പും ഒക്കെ ഇത്തരം നെറികെട്ട രീതിയിലാണോ നടക്കുക എന്ന ഭീതിയിലാണ് ജനം ഇപ്പോൾ ഉള്ളത്. ഇതാണോ വെള്ളാപ്പള്ളി ഒരു മൂന്നാം ഊഴം പിണറായിക്ക് എന്ന് പതിവായി പറയുന്നത്? ജി സുധാകരൻ്റെ കുമ്പസാരം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ ഒന്നോർത്താൽ നന്ന്, ജനം കഴുതകൾ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറയുമെങ്കിലും അവർ പ്രബുദ്ധരാണ്. വിളിച്ചു കയറ്റിയവരെ ആട്ടിപ്പുറത്താക്കാനും അവർക്ക് കഴിയുമെന്ന് മറക്കാതിരിക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്.